Differences between academic and non-academic writings. Academic writingsും non-academic writings എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് അല്ലെങ്കിൽ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ഇവ തമ്മിൽ ചില ഡിഫറൻസ് നിലനിൽക്കുന്നു എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 കോളായിട്ടാണ് ഡിഫറൻസസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കോളം അക്കാഡമിക് എസ്സേ യൂഷ്വലി കണ്ടെയ്ൻ. അക്കാഡമിക് എസ്സേ എന്ന് കാണുമ്പോൾ ഡബ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അക്കാഡമിക് എസ്സേ എന്ന് പറയുമ്പോഴും അക്കാഡമിക് റൈറ്റിംഗ്സ് എന്ന് പറയുമ്പോഴും സെയിം ആണ്. ചോദ്യം 2 രീതിയിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകിൽ അക്കാഡമിക് റൈറ്റിംഗ്സും നോൺ അക്കാഡമിക് റൈറ്റിംഗ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അക്കാഡമിക് എസ്സേസും നോൺ അക്കാഡമിക് എസ്സേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നും ചോദിക്കാം. 2 രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം സെയിം ആണ്. Then second column non-academic essay usually contain. Non-academic essayയുടെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഫോർമൽ ലാംഗ്വേജ്, വേർഡ്സ് ലെസ് യൂസ്ഡ് ഇൻ ഇൻഫോർമൽ കോൺവെർസേഷൻ, ടെക്നിക്കൽ ടേംസ് ഓർ വേർഡ്സ് ടിപ്പിക്കൽ ടു ദ ഡിസിപ്ലിൻ. അക്കാഡമിക് എസ്സേസിൽ ഫോർമൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നെ അതായിരുന്നുവല്ലോ. എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. അതുപോലെ തന്നെ ഓരോ ഡിസിപ്ലിനിലുമുള്ള ടേംസ് ഓർ വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ദി പ്രീവിയസ് ക്ലാസ് ദാറ്റ് ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഡിസിപ്ലിനുമായി റിലേറ്റഡ് ആയിട്ട് നിയോ റിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, ഡബിൾ മാർജിനലൈസേഷൻ തുടങ്ങിയിട്ടുള്ള ടേംസുകൾ ഉപയോഗിക്കും. സിമിലി, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള. അതേസമയം ബികോം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലോ എക്കണോമിക്സ്, ഫിനാൻസ്, ബാങ്കിങ്, റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ടേംസാണ് അവരുപയോഗിക്കുക. അപ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഏത് ഡിസിപ്ലിനിലാണോ നമ്മളൊരു കാര്യം എഴുതുന്നത് ആ ഡിസിപ്ലിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ആ ഡിസിപ്ലിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലാണെങ്കിലോ സിമ്പിൾ വേർഡ്സ് ആൻഡ് ഫ്രേസസ് കോമൺലി ഫൗണ്ട് ഇൻ ഇൻഫോർമൽ കോൺവെർസേഷൻ ആൻഡ് ഈവൻ സ്ലാങ്സ്. നോൺ അക്കാഡമിക് റൈറ്റിംഗ്സിൽ നമ്മൾ അക്കാഡമിക് പേർപ്പസിനു വേണ്ടി തയ്യാറാക്കുന്നവയല്ല നോൺ അക്കാഡമിക് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ സിമ്പിൾ വേർഡ്സ് ഉപയോഗിക്കാം, സിമ്പിൾ ഫ്രേസസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ യൂഷ്വൽ കോൺവെർസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള വാക്കുകളും ഈവൻ നമ്മുടെ സ്ലാങ് എന്താണോ അതുവരെ നമുക്ക് നോൺ അക്കാഡമിക് റൈറ്റിംഗ്സിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. സെക്കൻഡ് പോയിന്റ്, ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വൊക്കാബുലറി. ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വൊക്കാബുലറി നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് വീണ്ടും കൊടുത്തിട്ടുള്ള കാരണമാണ് വീണ്ടും പറയുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ ടെക്നിക്കൽ അല്ലെങ്കിൽ ഫോർമൽ വൊക്കാബുലറിയാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലാണെങ്കിലോ നോൺ ടെക്നിക്കൽ ആൻഡ് സിമ്പിൾ വൊക്കാബുലറി. നോൺ ടെക്നിക്കലും സിമ്പിളും ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ്. വൊക്കാബുലറി മീൻസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കലും സിമ്പിളും ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ്, വേർഡ്സ് ആണ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത്. മുമ്പേ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, അതാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. Okay, our third point.
Elaborate explanation of the central idea or argument with supporting expert sources. ഒരു റൈറ്റിങ്ങിലൂടെ റൈറ്റർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ശരിയാണ്, അത് അംഗീകരിക്കാവുന്നതാണ് എന്ന് തെളിയിക്കാനായി മറ്റ് ഓതേഴ്സിൻ്റെ വർക്ക്സിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റാസ് സപ്പോർട്ടിംഗ് സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്ന എഴുത്തുകാരൻ ഇന്ന ബുക്കിൽ ഇന്ന കാര്യം പറഞ്ഞത് പ്രകാരം തൻ്റെ വാദവും ശരിയാണ് എന്നത് ആ എഴുത്തുകാരന് തെളിയിക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മുടെ റൈറ്റിങ്ങിലൂടെ ഉന്നയിക്കുന്ന വാദം അല്ലെങ്കിൽ ആശയം ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന സപ്പോർട്ടിംഗ് സോഴ്സസ് എവിഡൻസായി അക്കാഡമിക് റൈറ്റിംഗ്സിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിംഗിൽ ഇലാബറേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സെൻട്രൽ ഐഡിയ ഓർ ആർഗ്യുമെൻറ്റ് വിത്തൗട്ട് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ്. അക്കാഡമിക് എസ്സേയിൽ വിത്ത് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ് ആണെങ്കിൽ നോൺ അക്കാഡമിക് എസ്സേയിൽ വിത്തൗട്ട് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ് ആണ്. നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ എന്താണ്, ഈ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇവിടെ ഐഡിയാസ് അവതരിപ്പിക്കാമെങ്കിലും, നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിക്കാമെങ്കിലും സപ്പോർട്ടിംഗ് സോഴ്സിൻ്റെ ആവശ്യകത ഇല്ല. നെക്സ്റ്റ് പോയിന്റ്, കോട്ട്സ് ആൻഡ് റെഫറൻസസ് ഫ്രം അക്കാഡമിക് ക്രെഡിബിൾ സോഴ്സസ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പ്രകാരം നമ്മുടെ റൈറ്റിങ്ങിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം കൂടുതൽ വ്യക്തമാക്കാനായി മറ്റ് ഓതേഴ്സ് അവരുടെ വർക്ക്സിൽ എഴുതിയിട്ടുള്ള ഐഡിയാസോ വരികളോ നമുക്ക് കടമെടുക്കാം. സപ്പോർട്ടിംഗ് സോഴ്സസ് ആയിട്ട് നമുക്ക് അവയെ ഉപയോഗിക്കാം. ഇത്തരത്തിൽ മറ്റു വർക്ക്സ് നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വർക്ക്സും അക്കാഡമിക് മെറ്റീരിയൽ ആയിരിക്കണം. നോൺ അക്കാഡമിക് ആയിട്ടുള്ള മാഗസിൻ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ടിംഗ് എവിഡൻസായി അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മൾ അത്തരത്തിൽ കടമെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആശയങ്ങളോ വരികളോ കടമെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവ എടുക്കുന്നതും അക്കാഡമിക് മെറ്റീരിയൽസിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നതാണ് പറയുന്നത്. അതേസമയം നോൺ അക്കാഡമിക് എസ്സേയിലാണെങ്കിലോ കോട്ട്സ് ആൻഡ് റെഫറൻസസ് ഫ്രം നോൺ അക്കാഡമിക് സോഴ്സസ്. ഇത് നോൺ അക്കാഡമിക് എസ്സേ ആയതുകൊണ്ട് തന്നെ പിന്നീട് വേറെ ആരും ഫെർദർ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാര്യങ്ങൾ കടമെടുത്തു കഴിഞ്ഞാലും ആരുടെങ്കിലും കോഴ്സോ കാര്യങ്ങളോ നമ്മൾ ഉപയോഗിച്ചാലും അത് നോൺ അക്കാഡമിക് മെറ്റീരിയലിൽ നിന്നായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ദെൻ റെഫറൻസിങ്. റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞല്ലോ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് പേർപ്പസിന് വേണ്ടിയാണ് എഴുതുന്നത്. അത് പിന്നെ ഒരുപാട് സ്റ്റുഡൻസും ടീച്ചേഴ്സും അല്ലെങ്കിൽ സ്കോളേഴ്സ് അവരുടെ പഠനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുന്ന എല്ലാ പോയിൻറ്റ്സും ക്രെഡിബിൾ ആയിട്ട് ഉള്ളവയായിരിക്കണം. നമ്മൾ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്താണോ എഴുതുന്നത് ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ബുക്സ് വായിക്കുകയും അവ മനസ്സിലാക്കുകയും അതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ റൈറ്റിങ്സിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പ്രോസസ്സിനെയാണ് റെഫറൻസിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സെമിനാറിനൊക്കെ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് നമ്മൾ ലൈബ്രറിയിൽ ചെന്നിട്ട് റെഫർ ചെയ്യും.
എന്നിട്ട് നമ്മുടെ റൈറ്റിങ്ങിന്, നമ്മുടെ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ സെമിനാറിന് ആവശ്യം വരും എന്ന് തോന്നുന്ന പോയിന്റ്സ് നമ്മൾ നോട്ട് എഴുതി വയ്ക്കും. ഈ ഒരു പ്രക്രിയ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെഫറൻസിങ് എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റിങ്ങിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട വർക്ക്സും കാര്യങ്ങളും വായിക്കുകയും മനസ്സിലാക്കുകയും അവയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ റൈറ്റിങ്സിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെഫറൻസിങ് എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം, ഇൻ നോൺ അക്കാഡമിക് എസ്സേസ്, പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് നോൺ റെഫറൻസിങ്. നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? അവയെല്ലാം പേഴ്സണൽ, നമ്മൾ പറഞ്ഞു മുന്നത്തെ ക്ലാസ്സിലെ പറഞ്ഞത്, പേഴ്സണൽ എക്സ്പ്രഷൻസും പേഴ്സണൽ ഫീലിങ്സും എല്ലാം അവിടെ അവതരിപ്പിക്കാറുണ്ട്. അവ പേഴ്സണൽ സ്റ്റോറീസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റെഫറൻസിങ്ങിൻ്റെ ആവശ്യകത വരുന്നില്ല. നോ റെഫറൻസിങ്. നെക്സ്റ്റ് പോയിന്റ്, ഓതേഴ്സ് സ്റ്റാൻഡ് ഓൺ ദ ടോപ്പിക് വിത്തൗട്ട് എക്സ്പ്രഷൻസ് ലൈക്ക് ഐ തിങ്ക് ആൻഡ് ഇൻ മൈ വ്യൂ. ഇത് ഈവൻ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വ്യൂസ് അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ ചിന്തിക്കുന്നത് പ്രകാരം എന്ന് തുടങ്ങിയിട്ടുള്ള, എൻ്റെ, ഞാൻ തുടങ്ങിയിട്ടുള്ള പേഴ്സണൽ പ്രൊനൗൺസ് ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. അക്കാഡമിക് റൈറ്റിങ്ങിൽ പേഴ്സണൽ പ്രൊനൗൺസ് ഉപയോഗിക്കാൻ പാടില്ല. അതൊരു റൂളാണ്. ദെൻ നോൺ അക്കാഡമിക് എസ്സേയിലോ author expresses opinion directly using I എന്ന പ്രൊനൗൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. നോൺ അക്കാഡമിക് എസ്സേയിൽ അത് ഒരു പ്രോബ്ലം അല്ല. ഓക്കെ. ദെൻ ടേബിൾസ്. ടേബിൾസ് എന്ന് പറയുമ്പോഴെന്താണ്? പ്രത്യേകിച്ചും ബികോം സ്റ്റുഡൻസ് ഒക്കെയാണ് ഉപയോഗിക്കുക. നമ്മൾ ബൈ യൂസിങ് ടേബിൾസ് ഒരു കാര്യം നമുക്ക് സ്പെസിഫിക്കലി നമ്മുടെ കണ്ടൻസ് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. പേഴ്സൻറ്റേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസും കാര്യങ്ങളാണെങ്കിൽ ടേബിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്രാംസ് ഉപയോഗിച്ചിട്ടോ നമുക്ക് അത് കൺവേ ചെയ്യാനായിട്ട് കഴിയും. വൈ നോൺ അക്കാഡമിക് എസ്സേയിലാണെങ്കിൽ നോ ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. അവിടെ ടേബിൾസും ഫിഗേഴ്സൊന്നും ഉപയോഗിക്കണം എന്നത് നിർബന്ധമല്ല. ദെൻ അക്കാഡമിക് എസ്സേയിലെ നെക്സ്റ്റ് പോയിന്റ്, ബിബ്ലിയോഗ്രഫി, വർക്ക് സൈറ്റഡ് ഓർ എൻഡ് നോട്ട്സ്. ബിബ്ലിയോഗ്രഫിയുടെ ഓൾട്ടർനേറ്റീവ് നെയിംസ് ആണ് വർക്ക് സൈറ്റഡ് അല്ലെങ്കിൽ എൻഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെൻറ്റോ സെമിനാറോ പ്രൊജക്റ്റോ തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതുന്ന സമയത്ത് അതിന് റെഫറൻസിങ് അത്യാവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് മറ്റ് ഓതേഴ്സ് അവരുടെ വർക്കിൽ പറഞ്ഞിട്ടുള്ള കോഡ്സോ ലൈൻസോ ഐഡിയാസോ നമ്മൾ ഉപയോഗിക്കും. ഇത്തരത്തിൽ മറ്റ് ഓതേഴ്സിൻ്റെ വർക്ക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. നമ്മുടെ റൈറ്റിങ്ങിന് നമ്മൾ ആരുടെയെല്ലാം ഏതെല്ലാം വർക്ക്സ് ഉപയോഗിച്ച് എന്നത് രേഖപ്പെടുത്തി വെക്കണം. അതിനായി അലോ ചെയ്തിട്ടുള്ള സെക്ഷൻ്റെ പേരാണ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫിയിൽ നമ്മൾ ആ ഒരു റൈറ്റിങ്ങിന്, ആ ഒരു അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ സെമിനാറോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് റൈറ്റിങ്സ് ആണെങ്കിൽ ആ റൈറ്റിങ്സിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള എല്ലാ ബുക്സുകളുടെ നെയിമും അവയുടെ ഓതേഴ്സിൻ്റെ നെയിമും പബ്ലിഷ് ചെയ്ത കമ്പനിയുടെ, ആ ബുക്ക് പബ്ലിഷ് ചെയ്ത കമ്പനിയുടെ നെയിം, പബ്ലിഷറിൻ്റെ നെയിമും ഏത് ഇയറിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനെയാണ് നമ്മൾ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ. അതായത് നമ്മൾ നമ്മുടെ റൈറ്റിങ്സിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വർക്ക്സിൻ്റെ, ബുക്കുകളുടെ
ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെല്ലാം ഇൻഫോർമേഷൻസ് ആണ്? ഓതറിൻ്റെ നെയിം, ബുക്കിൻ്റെ നെയിം, പബ്ലിഷറുടെ നെയിം, അതുപോലെ തന്നെ പബ്ലിഷിംഗ് ഇയർ. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന സെക്ഷനെയാണ് നമ്മൾ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഏതൊരു റൈറ്റിങ്ങിൻ്റെയും ലാസ്റ്റ് സെക്ഷനാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബിബ്ലിയോഗ്രഫി കീപ്പ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതിയിട്ടുള്ള റൈറ്റിംഗ് അത് വേറെ ഏതെങ്കിലും സ്റ്റുഡൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കോളേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഫർദർ സ്റ്റഡീസിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈമറി സോഴ്സസുകൾ ഏതൊക്കെയാണ്, പ്രൈമറി ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നത് എളുപ്പത്തിൽ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. In non-academic essay, no bibliography, work cited and end notes. Non-academic essayയിലാണെങ്കിലോ no bibliography, work cited and end notes. അവിടെ ബിബ്ലിയോഗ്രഫിയുടെ ആവശ്യകത വരുന്നില്ല. Then the last point in academic essay, a clear conclusion. അക്കാഡമിക് എസ്സേയിൽ ഒരു ക്ലിയർ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റാണിത്. ഒരു ക്ലിയർ കൺക്ലൂഷൻ ഉണ്ടായിരിക്കുക എന്നത്. നോൺ അക്കാഡമിക് എസ്സേയിലാണെങ്കിലോ അത് അബ്രപ്റ്റ് എൻഡിങ് ആണ്. അതിന് വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇത്രയാണ് അക്കാഡമിക് എസ്സേയും നോൺ അക്കാഡമിക് എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.